ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പേ ജനൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു തെങ്കാശിയിലത്തേക്ക് വേണ്ടിയുള്ള. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള തെങ്കാശിയാണ്. അപ്പോൾ കുറേ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, അപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പം സൈറ്റിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ സൈറ്റ് ഒന്ന് കാണാം. ഇത് ജനൽ പാളിയും മൊത്തത്തിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സൈറ്റ് വന്നിട്ട് ഇത് കറക്റ്റ് ലൊക്കേഷൻ തെങ്കാശി പോണ്ട, അതിനിടയ്ക്കാണ്. തെങ്കാശി അങ്ങ് എത്തുന്നതിന് മുമ്പാണ്. ഒരു കാട്ടിനകത്ത് ഒരു ഒറ്റ വീടാണ്, നല്ല സെറ്റ് സ്ഥലമാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭയങ്കര സെറ്റ് സ്ഥലമാണ്. ഇവിടെ അപ്പുറത്തെ സൈഡെല്ലാം ഡാമാണ്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ്. നമ്മൾ ഇത്രയും ഒരു ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. അത്രയ്ക്കും കിടിലൻ സ്ഥലമാണ്. ഫുള്ള് വനമാണ്. വനത്തിനകത്ത് ഒറ്റ ഒരു വീട്. പക്ഷേ വീടുണ്ട്, ഇനി ഇതിൻ്റെ താഴോട്ടേ വീടുകളുള്ളൂ. അത്രയ്ക്കും കിടിലം പ്ലേസാണിത്. അപ്പോൾ ഇത് തെങ്കാശി അങ്ങ് എത്തുന്നതിന് മുമ്പാണ്. പക്ഷേ ഇതിൻ്റെ ജനലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. ജനൽ പാളി ഉൾപ്പെടെയാണ്. പാളി ഗ്ലാസ്സൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട് ഗ്ലാസ്. അതുകൊണ്ട് നമ്മളിത് ഗ്ലാസ് എല്ലാം വണ്ടിയിൽ ഇതുപോലെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പൊട്ടാൻ ചാൻസ് ഇല്ല. എല്ലാം ഫുള്ള് തടിവല്ല ബോക്സ് അടിച്ച് അതിലാണ് നമ്മൾ ഗ്ലാസ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അവിടെ കിടക്കട്ട്. അപ്പോൾ ഇതാണ് നമ്മളൊരു തമിഴ്നാട്ടിലൊരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സ്ഥലമാണിത്. പക്ഷേ ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ജനൽ പാളിയൊക്കെ വച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനൽപ്പാളി ഫിറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇതൊക്കെ കണ്ട രണ്ടാമത്തെ മുകളിൽ ജനലൊക്കെ ഉണ്ട്. പക്ഷേ അത് ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. ആ ഫിറ്റിങ്ങിൻ്റെ എളുപ്പ വഴി എന്താണെന്ന് കാണിച്ചു തരാം. എന്താ, നമ്മൾ സാധാരണ ജനൽപ്പാളി പുറത്തല്ലേ വരുന്നത്, ജനൽപ്പാളി വരുന്നത്. പക്ഷേ ഇതെല്ലാം അകത്താണ്, അതുകൊണ്ട് എളുപ്പമായി. എന്താ, എല്ലാം അകത്താണ്. എല്ലാ റൂമിലെ അകത്താണ് വെച്ചിട്ടുള്ളത്. പക്ഷെ അത് എളുപ്പമുണ്ട് കേട്ടോ. നമ്മൾ ചാരം കെട്ടണം, അത് കെട്ടണം, ഇത് കെട്ടണമെന്ന് വിചാരിച്ചുകൊണ്ടൊക്കെ വന്നതാണ്. നോക്കിയപ്പോൾ എല്ലാം അകത്ത്. അതുകൊണ്ടൊരു ഭാഗ്യത്തിൽ പറ്റി. ഇപ്പം മുകളിലത്തെ നിലയായാലും പാളി നമ്മളിതെല്ലാം അടച്ചാണ് വന്നിട്ടുള്ളത്. ഫുള്ള് അടച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് അടച്ചാണ് വന്നിട്ടുള്ളത്. അത് ഇവിടെ ഇരിപ്പുണ്ട്, താഴെ ഇരിപ്പുണ്ട്, അത് എടുക്കും. പക്ഷേ സെറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ കിടില സ്ഥലം. ഇവിടെ ഫുള്ള് കാട്ടിനകത്താണ്. അപ്പോഴിതിൻ്റെ റേറ്റ് ഫുള്ള് ഞാൻ നാളെ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. പക്ഷേ നമുക്ക് ഭയങ്കര നഷ്ടമാണിത്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ദൂരം ഇങ്ങനെ പണി കിട്ടണമെന്നില്ലല്ലോ തെങ്കാശി വരെ. അവരൊക്കെ ലാഭം വേണ്ടാണ് നമുക്ക് ഈ പണി കിട്ടിയത്. ഈ ജനലെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തതാണ്. ഫ്രണ്ടിലത്തെ ആ ഒരു ജനൽ പോയിട്ട് ബാക്കി എല്ലാം ഈ വെന്റിലേഷനൊന്നും ഇല്ല, വെന്റിലേഷൻ ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമ്മളെ പണിയും കൂടെ ഉള്ളൂ. പക്ഷേ സ്ഥലം എന്ന് പറഞ്ഞാൽ കിടിലം, ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ള് കാട്, ഒറ്റ വീടില്ല. ഇവിടെ ഒന്നും ഒറ്റ വീടില്ല. കണ്ട വീടുണ്ട്, അങ്ങ് താഴെ പോകണം. വീടേ ഇല്ല. സെറ്റ് സ്ഥലമല്ലേ? ഒറ്റ വീടേ ഉള്ളൂ. ഇവിടെ ഒറ്റ വീടേ ഉള്ളൂ. ഒറ്റ വീട്, വേറെ വീടത്തില്ല. നീ വേണമെങ്കിൽ നോക്കാം. ഇനി വേണമെങ്കിൽ വീട് നോക്കാം, വീട് അങ്ങോട്ട്. പക്ഷേ ഇവിടെ വന്യമൃഗങ്ങളുണ്ടെന്നാണ് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് കേട്ടോ, മൃഗങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ജനൽ പാളി അകത്താക്കിയെന്ന്. എന്നിട്ട് ഇത് അടിച്ചു കഴിഞ്ഞാൽ കമ്പിയിലല്ലേ കൊള്ളുള്ളൂ. ഭയങ്കര ഐഡിയ തന്നെ അത്. മുകളിലോട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ജനൽ പാളിയെല്ലാം അകത്തോട്ടാക്കിയത്. ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ തുമ്പിക്കൊണ്ട് ഒരു അടി അടിക്കുക, ജനൽ പാളിയെല്ലാം പൊട്ടും. മറ്റേ ഇതാകുമ്പോൾ അകത്തല്ലേ പാളി ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ വച്ചിട്ടുള്ളത്. സ്ഥലമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, കിടിലം. ഇതോ ഇവിടെ നോക്കിയോ, ഡാം കാണാം. പക്ഷേ ക്യാമറയിൽ എത്ര ക്ലിയറാണ്. പക്ഷെ ആൾക്കാരെ കുളിക്കാനൊക്കെ പോകണ്ട അങ്ങോട്ട്. ടൂറിസ്റ്റ് ഏരിയയാണ് കേട്ടോ ഇവിടെ. ടൂറിസ്റ്റ് ഏരിയയാണിത്. ആ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓണറെന്ന് പറഞ്ഞാൽ മലേഷ്യയിലാണ്. എൻ്റെ ഓണർ, ഈ വീടിൻ്റെ ഓണർ മലേഷ്യയിലാണ്.
അപ്പോൾ പുള്ളി വീഡിയോ കാണും. ഇങ്ങനെ സെറ്റ് സ്ഥലത്ത് വന്ന് ഇത്ര ദിവസത്തെ പടയതിൽ കിടിലോ സ്ഥലം. കിടിലെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കിടിലോ സ്ഥലം. രാത്രി ആകുമ്പോൾ ഇനി നോക്കിയാൽ മതി. വണ്ടി ഒരു മലയുടെ മുകളിൽ കൂടെയാണ് കയറി വന്നത്. ഇത് ഇങ്ങനെ കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ വണ്ടി ഒമനി കിട് വണ്ടി തന്നെ കേട്ടോ. സിംഗം നോക്കുക. അങ്ങ് താഴെ കുഴിക്കകത്തുനിന്നാണ് വണ്ടി ഇങ്ങ് വരുന്നത്. ഇതുവഴി താഴെ ഉണ്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ. പക്ഷേ വലിയ വണ്ടികളൊക്കെ വരുള്ളൂ. പക്ഷേ ഒമനി കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും ലോഡും വെച്ച് ഗ്ലാസും കംപ്ലീറ്റ് സാധനമുണ്ട്. അതുകൊണ്ടാണ് വണ്ടി ഇങ്ങ് പോകുന്നത്.